ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടി. കുടയത്തൂർ രവിയുടെ വീടാണ് പൂർണ്ണമായി ഉരുൾപൊട്ടലിൽ തകർന്നുപോയത്. രവിയും മകനും രക്ഷപ്പെട്ടു. ഭാര്യ സുമതിക്കായുള്ള തിരച്ചിൽ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ജെയിനസ് രാജു സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ജെയിൻ, അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ആദ്യഘട്ടത്തിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എത്രത്തോളം ഉണ്ട് വ്യാപ്തി? ഈ ഒരു വീട് മാത്രമേ ബാധിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ കുത്തനെയുള്ള ഒരു കയറ്റമാണ്. അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കൃത്യമായിട്ടുള്ള വീടിരുന്ന ഭാഗത്തേക്ക് എത്തും. ശരി, സംഭവ സ്ഥലത്താണ് ജെയിനസ് രാജു ഉള്ളത്. ഇടുക്കിയിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുടയത്തൂർ അടൂർ മലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഈ ഉരുൾപൊട്ടലിലാണ് ഒരു വീട് തകർന്ന് അതിൽ അമ്മയെ മാത്രം കാണാനില്ല, അച്ഛനും മകനും രക്ഷപ്പെട്ടു. ആ അമ്മയ്ക്കായി, സുമതിക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ വാഗമൺ കോലാഹലമേട്ടിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കൊക്കയാറിൽ 6 വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്ത് നിന്ന് ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ലകയാർ കര കവിഞ്ഞൊഴുകുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശവും മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കഴിഞ്ഞു. കൊക്കയാർ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. തൊടുപുഴ തെക്കും ഭാഗത്ത് 15ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും വലിയ രീതിയിൽ ഇന്നലെ തൊട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. വിട്ടുവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് അലേർട്ടാണ് 9 ജില്ലകളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പലയിടങ്ങളിലും റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ് പെയ്തത്. ഇപ്പോൾ തലസ്ഥാനത്തെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്നലെ ഉച്ചയോടെയൊക്കെ ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതിഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും മണ്ണിടിച്ചിലും വെള്ളം കയറിയും ഒക്കെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലെ ഒരു സാഹചര്യമാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. അടൂർ മലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. അവിടെ കുടയത്തൂർ രവി എന്നയാളുടെ വീടാണ് പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയത്. ഇപ്പോൾ അടൂർ മലയിലെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പൂർണ്ണമായും ഒരു ഭാഗത്തെ എടുത്തു പോയിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ സുമതിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതൊരു മലയോര മേഖലയിലുള്ള വീടായിരുന്നു. ആ വീട് മാത്രമായിരുന്നു ആ പ്രദേശത്തുള്ളത് എന്നുള്ളത് എന്തോ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു വീടിനെ മാത്രമേ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുള്ളൂ. പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന കാര്യം സുമതിയെ ഇപ്പോഴും കാണാനില്ല എന്നുള്ളതാണ്. സുമതിക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ജെയിനസ് രാജു സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ജെയിൻ, ഒരു ഭാഗം പൂർണ്ണമായും മണ്ണെടുത്തു പോയതായാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മലയുടെ വശത്തുള്ള വീടായിരുന്നു എന്നറിയുന്നു. മറ്റ് ആ വീടുകളൊന്നും ആ പ്രദേശത്തില്ലാത്തത് എന്തോ ഭാഗ്യം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപ്തി കുറഞ്ഞു. എന്താണ് അവിടുത്തെ ഒരു ഭൂപ്രകൃതി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഹിമ, തീർച്ചയായിട്ടും ഇവിടെ ഒരു ഒറ്റപ്പെട്ട വീടായിരുന്നു. മേളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്. വീട് പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDRFിൻ്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും നാട്ടുകാരും ഈ തെരച്ചിൽ നടത്താൻ ഈ സംഘത്തോടൊപ്പമുണ്ട്. ഇവിടെ നിന്ന് മണ്ണ് താഴേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. സ്വാഭാവികമായും സുമതിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്തായാലും ഈ വീടിരുന്ന ഭാഗത്ത് അവരുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. രാവിലെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. 3 പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. സുമതിയുടെ ഭർത്താവ് രവി, മകൻ രതീഷ്. ഇതിൽ രവിയെയും രതീഷിനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രതീഷിനെ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രവിയുടെ പരിക്കും ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രവിയുടെ കൺമുന്നിലാണ് ഇവർ ദുരന്തത്തിൽപ്പെട്ടത് എന്നുകൂടി ഇവിടെയുള്ള രക്ഷാപ്രവർത്തകരും പറയുന്നുണ്ട്. എന്തായാലും അവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വലിയ വെള്ളപ്പാച്ചിലില്ല, വലിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്ന് പറയാനും കഴിയില്ല. പക്ഷേ ആ ഒരു വീട് പൂർണ്ണമായും ഒഴുക്കിക്കൊണ്ട് പോകുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. സമീപത്ത് വീടുകളില്ലാതിരുന്നത് തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്.
തീർച്ചയായും ജൈന, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അപകടത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജെയിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശത്ത് മറ്റ് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു കിട്ടി. പക്ഷേ സുമതിയാണ് ആശങ്കയായുള്ളത്. സുമതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പക്ഷേ ജെയിൻ, ഒറ്റ വാക്കിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം എന്ന് പറയാം. കാരണം അവിടെ ഒരു വീടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മരങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു അവശേഷിപ്പ് പോലും ഇല്ലാതെ പൂർണ്ണമായും തുടച്ച് നീക്കിക്കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. പൂർണ്ണമായും ഉരുളെടുത്തിരിക്കുന്നു. ഇതിപ്പോൾ എവിടെയെന്ന് വെച്ചാണ് തിരച്ചിൽ നടത്തുക എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തിൽ അത് സംശയം തന്നെയാണ്. രക്ഷാപ്രവർത്തനം അവിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇനിയും ഒരു അപകട ഭീഷണി ആ പ്രദേശത്തുണ്ടോ? തീർച്ചയായിട്ടും ഇനിയും ഇവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ട് പിറകിൽ നിന്നാണ് വലിയ രീതിയിൽ മണ്ണ് ഇടിച്ച് പോന്നിരിക്കുന്നത്. അപ്പോൾ ആ മുകളിലുള്ള മണ്ണിനോടൊപ്പം ആ വീടിരുന്ന സ്ഥലം കൂടി താഴേക്ക് ഒഴുകി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിന് മുന്നിൽ കീഴ്ക്കാന്തൂക്കായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോൾ ഇത് പൊട്ടി, അല്ലെങ്കിൽ ഉരുൾ പൊട്ടി താഴേക്ക് ഒഴുകി പോയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം താഴേക്ക് ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് സുമതി ഉള്ളത് എന്ന് സംബന്ധിച്ച് ഒരു തിരച്ചിൽ നടത്തുക തീർച്ചയായിട്ടും ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ NDRFൻ്റെ സേനാംഗങ്ങൾ അവർ റോപ്പൊക്കെ കെട്ടിയാണ് താഴേക്ക് ഇറങ്ങി ആ താഴത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വാഹനം കയറി വരുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. എന്തായാലും ഈ വീട് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വീടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒഴുകി താഴേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്ത് വശത്ത് ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട്. പക്ഷേ ഇതിന് സമീപത്ത് വീടുകളുള്ളതായി ഒന്നും ദൃശ്യമാകുന്നില്ല. എന്തായാലും ഇവർ താമസിച്ചിരുന്ന വീടിൻ്റെ പിന്നിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ വീട് പൂർണ്ണമായും ഒഴുകി താഴേക്ക് പോയിട്ടുണ്ട്.